കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിട്ട മാലോം വള്ളിക്കടവിലെ ജോയന്റെ ചികിത്സയ്ക്ക് ബിരിയാണി ചലഞ്ചുമായി നാട് കൈകോർത്തപ്പോൾ അത് ചരിത്രമായി. മാറുന്ന കാലത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എങ്ങനെ സമൂഹത്തിന് ഗുണകരമാകും എന്നതിന്റെ തെളിവ് കൂടിയായി 10,000-ത്തിലധികം ബിരിയാണി വിതരണം ചെയ്ത ബിരിയാണി ചലഞ്ച്. നാട്ടുകാരനായ ജോയനെ സഹായിക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കിയ ഡാർലിൻ ജോർജ് കടവനും ഗിരീഷ് വട്ടക്കാട്ടും ചേർന്ന് രൂപീകരിച്ച വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ 1000-ത്തിലധികം ആളുകൾ ചേർന്നു. തുടർന്ന് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നടന്ന ചർച്ചയെ തുടർന്ന് ജനകീയ കൂട്ടായ്മ വിളിച്ചു ചേർക്കുകയും കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. ഏറ്റവും വലിയൊരു ബിരിയാണി ചലഞ്ച് അത് ഒരു ജനകീയ പങ്കാളിത്തമാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നതാണ് ഈ സംഘാടക സമിതിയുടെ വിജയം. മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ജോയൻ്റെ കരൾമാറ്റ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ആലോചനകൾ വന്നപ്പോൾ തന്നെ ഒരു ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റി അത് സാമ്പത്തിക സമാഹരണത്തെക്കാൾ ഉപരി എല്ലാവരുടെയും ഇൻവോൾവ്മെൻറ്റ് ഈ പരിപാടിയിൽ ഉറപ്പാക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് പണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്പോൺസർഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ വിജയിച്ചു. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ജോയൻ എന്ന സ്കറിയയുടെ കരൾ മാറ്റ ശസ്ത്രക്രിയയിലൂടെ ഒരു സ്നേഹത്തിൻ്റെ ഒരു ബെയിലി പാലം തന്നെയാണ് ഇപ്പോൾ ഇതിലൂടെ ഈ നാട്ടുകാർ ഒന്നടങ്കം കൈ മെയ് മറന്ന് സഹകരിച്ചുകൊണ്ട് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇതിൽ ജാതി മത രാഷ്ട്രീയ വർണ്ണ ഭേദമന്യേ ജനങ്ങളുടെ സഹകരണമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഏതാണ്ട് രണ്ടാഴ്ചയായിട്ടുള്ളൂ ഈ കമ്മിറ്റി രൂപീകരിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബിരിയാണി ചാലഞ്ചിൻ്റെ കമ്മിറ്റി രൂപീകരിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. ഏതായാലും കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഈ ഒരു ഗ്രൗണ്ടിൽ പന്തലിടുന്നതിനും അതുപോലെ തന്നെ അടുപ്പ് കെട്ടുന്നതിനും 16ഓളം അടുപ്പുകൾ കെട്ടുന്നതിനും സാധനങ്ങൾ ചെമ്പുകൾ അടുപ്പിക്കുന്നതിനും അതുപോലെ മറ്റ് സാധന സാമഗ്രികൾ കൊണ്ടുവരുന്നതിനുമൊക്കെ അഹം ഇകയ ഞാൻ മുമ്പേ എന്ന മട്ടിൽ ഇവിടുത്തെ ജനങ്ങൾ ആബാലവൃദ്ധം ജനങ്ങൾ സഹകരിക്കുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പം പകർത്തിയിരിക്കുന്നത്. ഈ ഒരു പരിപാടിയിൽ സഹകരിച്ച മുഴുവൻ ജനങ്ങളും ഇതിൻ്റെ ക്രമീകരണം നാളെ രാവിലെ 5 മുതൽ രാത്രി ഭക്ഷണം തയ്യാറാക്കും. നാളെ രാവിലെ 5 മണി മുതൽ ഇതിൻ്റെ പാക്കിംഗ് ആരംഭിക്കും. എന്നിട്ട് ആലക്കോട് മുതൽ അതുപോലെ മറ്റ് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ ഈ പഞ്ചായത്തിൽ മാത്രമല്ല വെസ്റ്റൽ ഏരിയയിലും അതുപോലെ മറ്റ് കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെയുള്ള പല പഞ്ചായത്തുകളിലേക്കുമുള്ള ബിരിയാണി പൊതികൾ ആദ്യമേ തന്നെ ഇവിടുന്ന് യാത്രയാവും. 10:30 മണിയോടുകൂടി ഇതിൻ്റെ വിതരണം പൂർത്തിയാക്കാം എന്നാണ് സംഘാടക സമിതി വിചാരിക്കുന്നത്. ഏതായാലും ഈ ഒരു പരിപാടിയിൽ ജനങ്ങളുടെ ആദ്യവസാനമുള്ള സഹകരണം ഉണ്ട്. നാളെയും കൂടി ഗിരീഷ് വട്ടക്കാട്ട് ചെയർമാനും ജോബി കാര്യാവിൽ ജനറൽ കൺവീനറും വിനോദ് കുമാർ PG ട്രഷററും ഡാർലിൻ ജോർജ് കടവൻ മീഡിയ കോർഡിനേറ്ററുമായ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബളാൽ, വെസ്റ്റളരി, ഈസ്റ്റളരി പഞ്ചായത്തുകളിൽ നിന്നും ബിരിയാണിയുടെ ഓർഡറുകൾ സ്വീകരിച്ചു. മാലോത്ത് കസബ സ്കൂളിലെ അധ്യാപകരും വിവിധ ക്ലബ്ബുകളും യുവജന കൂട്ടായ്മകളും ജനകീയ കമ്മിറ്റിക്ക് പിന്തുണയുമായി സജീവമായി രംഗത്തെത്തി. 3 ക്ലബ്ബുകൾ 2 ലക്ഷം രൂപയും പറമ്പിയിലെ യുവജന കൂട്ടായ്മ 1 ലക്ഷം രൂപയും സംഭാവനയായി നൽകി. മൊത്തം 7 ലക്ഷം രൂപ ബിരിയാണി ചലഞ്ചിലേക്ക് സംഭാവനയായി ലഭിച്ചു. 500-ലധികം ആളുകൾ സ്വയം സന്നദ്ധരായി സേവന രംഗത്തുണ്ട്. രാവിലെ 4:30 തന്നെ ബിരിയാണി പാക്ക് ചെയ്യാനായി സ്ത്രീകളടക്കം 300-ലധികം ആളുകൾ വള്ളിക്കടവ് സെന്റ് ജോർജ് പാരിസ് ഹാളിലെത്തി. ബിരിയാണി ചലഞ്ചിന്റെ വിതരണോദ്ഘാടനം മാലോം സെന്റ് ജോർജ് ഫെറോന ചർച്ച് വികാരി ഫാദർ ജോസഫ് തൈക്കുന്നമ്പുറം, അടുക്കളക്കുന്ന് ഭഗവതി ക്ഷേത്രം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് വിനോദ് കുമാർ PG, കൊന്നക്കാട് മുഹമ്മദ് റാഷിദ്, ഹിമ്മി സഖാഫി എന്നിവർ ചേർന്ന് കമ്മിറ്റി ചെയർമാൻ ഗിരീഷ് വട്ടക്കാട്ടിനും ജനറൽ കൺവീനർ ജോബി കാര്യാലയവിനും നൽകി നിർവഹിച്ചു. ചികിത്സാ കമ്മിറ്റി ചെയർമാൻ രാജു കട്ടക്കയം, ND വിൻസൻ, ആൻഡ്രൂസ് വട്ടക്കുന്നേൽ തുടങ്ങിയവരും സജീവമായിരുന്നു. TK എവുജിൻ, ജോൺസൺ ചിറയത്ത്, ഷോബി ജോസഫ്, PC രഘുനാഥൻ, അലക്സ് നെടിയകാല, ബിൻസി ജെയിൻ, മോൻസി ജോയ്, ജെസി ടോമി, പ്രിൻസ്, മിനി നാമറ്റം, സിബിച്ചൻ പുളിങ്കാല, മുസ്തഫ PP, ശ്രീജ, വിൻസെന്റ് കുന്നോല, ഷോണി ജോർജ്, അമൽ, ജോമോൻ, PV ജെയിംസ്, ഓമന തുടങ്ങിയവരെല്ലാം പിന്തുണയായി രംഗത്തുണ്ടായിരുന്നു.